പഠന ചെലവുകൾ കണ്ടെത്തുന്നതിനായി പാർട്ട് ടൈം ജോലിയെയും കൃഷിയെയും ഒക്കെ ആശ്രയിച്ച സമൂഹത്തിന് മാതൃകയാവുന്ന നിരവധി വിദ്യാർത്ഥികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഒരേ സമയം കർഷകനായും സംരംഭകനായും മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയുടെ വിശേഷങ്ങളാണ് ഇനി. അലങ്കാര മത്സ്യങ്ങളെ പരിപാലിക്കുന്ന ഇടുക്കി സേനാപതി സ്വദേശി പോൾസ് ബാബുവിൻ്റെ വിജയഗാഥ. MSW രണ്ടാം വർഷ വിദ്യാർത്ഥിയായ പോൾസ് പഠനത്തിന്റെ തിരക്കുകൾക്കിടയിലും തന്റെ മത്സ്യക്കുഞ്ഞുങ്ങളെ പരിപാലിക്കാൻ സമയം മാറ്റിവെക്കും. പോൾസിന് അലങ്കാര മത്സ്യങ്ങളോടുള്ള പ്രിയം കുട്ടിക്കാലം മുതൽ ആരംഭിച്ചതാണ്. കൗതുകത്തിന് ആരംഭിച്ച അലങ്കാര മത്സ്യപരിപാലനം പിന്നീട് കാര്യമായി മാറി. ഇത് ചെറുപ്പം തൊട്ടേ നമുക്ക് മീനിനോടൊക്കെ നല്ല താല്പര്യമാണ്. പിന്നെ നമുക്ക് ഈ ചെറിയ പരിമിതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ. നമ്മളാണേലും വലിയ ഫാൻസി ആയിട്ടോ കാര്യങ്ങളൊന്നുമല്ല ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് റേറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട് റേറ്റും കാര്യങ്ങളൊക്കെ. ചെയ്യുന്നത് ഞാൻ ചെറുപ്പം തൊട്ടേ മീനുമായിട്ട് ഭയങ്കര ഒരു എന്താ പറയുക, ഇപ്പോൾ വീട്ടിലാണെങ്കിലും മീൻ അക്യൂറിയം ഉണ്ടായിരുന്നു. നേരത്തെ പഴയ വീട് വേറെ ആയിരുന്നു. അവിടെ വെച്ച് അക്യൂറിയം, പാടത്താണേലും മീൻകുളം, അങ്ങനെയൊക്കെ പറഞ്ഞ് മീനുമായിട്ടായിരുന്നു ഫുൾ ടൈം. പിന്നെ പെറ്റ്സിനോടൊക്കെ ഒരു നല്ല താല്പര്യം. ഇതാകുമ്പോൾ നമുക്ക് കുറഞ്ഞ ചെലവിൽ നോക്കാൻ പറ്റുന്ന ഒരു പെറ്റാണ്. ഏഞ്ചൽ ഫിഷ്, വൈൽഡ് ടൈൽ, ആരോപണ, ബ്ലാക്ക്മോർ, വിവിധയിനം ഗപ്പികൾ തുടങ്ങി സ്വദേശ വിദേശ ഇനങ്ങളിൽപ്പെട്ട നിരവധി അലങ്കാര മത്സ്യങ്ങൾ പോൾസിന്റെ പക്കലുണ്ട്. ജലശുചീകരണമടക്കം വിവിധ ആവശ്യങ്ങൾക്കുള്ള സജ്ജീകരണങ്ങളും പോൾസ് തനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. വീടിനെ മനോഹരമാക്കാൻ മത്സ്യക്കുഞ്ഞുങ്ങളെ തേടി പോൾസിന്റെ അടുത്തെത്തുന്നവർ നിരവധിയാണ്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഫാൻസി രീതിയിലല്ല ചെയ്യുന്നത്. നമ്മൾ പരിമിതമായ സ്ഥലത്താണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അല്ലാണ്ട് ബുക്കിംഗ് ആണ് കൂടുതൽ വരുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിക്കും, ഇന്ന മീനായി നമുക്ക് വേണമെന്നും പറഞ്ഞുകൊണ്ട്. നമ്മുടെ അടുത്ത് റേറ്റും കൂടി കുറവായതുകൊണ്ട് ആൾക്കാർ നല്ല രീതിയിൽ വന്ന് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെലിവറി മാക്സിമം ചെയ്യുന്നുണ്ട്. ഓരോ റൂട്ട് നമ്മൾ ഇപ്പോൾ ഒരു 10 ബുക്കിംഗ് ഒരു റൂട്ടിലുണ്ടെങ്കിൽ നമ്മൾ അവരെ ഡെലിവറി ചെയ്യും. അതേപോലെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും നമ്മളൊരു അല്ലാണ്ട് പോകുമ്പോൾ പാക്കറ്റ് 100 രൂപ എന്നും പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്കീം ചെയ്യുന്നുണ്ട്. അതായത് ഗോൾഡ് ഫിഷ് ഒക്കെ ആണെങ്കിലും ഒരു 4 എണ്ണം 100 രൂപ, 6 എണ്ണം 100 രൂപ, 10 എണ്ണം 100 രൂപ അങ്ങനത്തെ റേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡോ ഒക്കെ വരുമ്പോഴത്തേക്കും 6 എണ്ണം 7 എണ്ണം ഒക്കെ 100 രൂപ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ അടുത്ത തുച്ഛമായ വിലയ്ക്കാണ് മീനെ നമ്മൾ കൊടുക്കുന്നത്. അക്വേറിയം സജ്ജീകരണം, അനുബന്ധ ഉപകരണങ്ങൾ, വെള്ളച്ചാട്ട സജ്ജീകരണം, ഫൗണ്ടൻ, ഫിൽട്രേഷൻ സംവിധാനം, മീൻതീറ്റ, മരുന്നുകൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ഈ യുവാവ് ഉപഭോക്താക്കൾക്കായി നൽകുന്നുണ്ട്. വീടിന്റെ മട്ടുപ്പാവിലാണ് അലങ്കാര മത്സ്യകൃഷി ക്രമീകരിച്ചിരിക്കുന്നത്. റെഫ്രിജറേറ്റർ ബോക്സുകളിലാണ് മത്സ്യങ്ങളെ കൃഷി ചെയ്ത് വിപണിയിലെത്തിക്കുന്നത്. അലങ്കാര മത്സ്യങ്ങൾ കൂടാതെ വളർത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെയും നൽകി വരുന്നു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെയാണ് അലങ്കാര മത്സ്യകൃഷി ചെയ്തു വരുന്നത്. പൂർണ്ണ പിന്തുണയുമായി കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. ജോജി ജോൺ, ന്യൂസ് ബ്യൂറോ, രാജകുമാരി.